ശ്രീ ജോസഫ് സി മാത്യു, അങ്ങയുടെ അറിവിലേക്കായി വാർത്ത ഒന്ന് ആദ്യം പങ്കുവയ്ക്കുക. അതായത് ശശിധരൻ കർത്തയുടെ മൊഴിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. പിണറായി വിജയനുമായുള്ള അടുപ്പത്തിൻ്റെ പേരിലാണ് ഈ പണം കൈമാറിയത്, അല്ലാതെ ഒരു തരത്തിലുള്ള സേവനങ്ങളും വീണാ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് CMRL നൽകിയിട്ടില്ല. അങ്ങനെ ഒരു സേവനത്തിനുള്ള പ്രതിഫലമായിരുന്നില്ല, അടുപ്പത്തിൻ്റെ പ്രതിഫലമായിരുന്നു, അല്ലെങ്കിൽ അടുപ്പത്തിൻ്റെ പേരിലുള്ള പണം കൈമാറ്റമായിരുന്നുവെന്ന് ശശിധരൻ കർത്തയുടെ മൊഴി തന്നെ വിവരങ്ങൾ പുറത്തു വരികയാണ്. നേരത്തെ വന്ന വിവരം വീണയ്ക്ക് ഇത് എന്തിൻ്റെ പേരിലാണ് ഈ പണം കൈമാറ്റം, എന്ത് സേവനമാണ് നൽകിയതെന്ന് കൃത്യമായി മറുപടി അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. അതായത് ഈ കേസിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം. ശ്രീ ജോസഫ് സി മാത്യു, അലിഗേഷൻ, അതായത് ഈ കേസിന് ആസ്പദമായ സംഭവങ്ങൾ വിവരിക്കുന്നിടത്ത് ഇങ്ങനെ പിണറായി വിജയന്റെ മകളായതിന്റെ പേരിലാണ് ഈ പണം പറ്റിയത് എന്നുള്ളത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ തെരുവിലുണ്ടായിരുന്നു. അപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പിതാവിന്റെ പേര് പറയേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളതാണ് CPI വന്ന് ഉന്നയിച്ചിരുന്ന ഒരു വിഷയം. ഇപ്പോ നിങ്ങൾ പുറത്തുവിടുന്ന വാർത്ത അനുസരിച്ച് അത് ശശിധരൻ കർത്തയുടെ ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും കൂടി വരികയാണ്. അത് പിതാവിന് കൊടുത്ത പണമാണ് അവിടെ ഏൽപ്പിച്ചത് എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ അത് കൂടുതൽ വ്യക്തമായി കാര്യങ്ങൾ വരുന്നു. അത് അതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി അത് തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ്. സേവനം നൽകിയോ ഇല്ലയോ എന്നുള്ളത് ഡിജിറ്റലി തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിഷേധിച്ച് അങ്ങനെ കൈയൊഴിഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ മുന്നിൽ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത.